എതിർ ക്രിസ്തു വന്നാൽ അവൻ്റെ പ്രതിമ കൊണ്ടുവരും. അതുപോലെ തന്നെ ഒരു നിയന്ത്രിത ബുദ്ധിയും കൊണ്ടുവരും. ആ പ്രതിമയെ വണങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കാന്തൻ്റെ മുഖം മധ്യാകാശത്തിൽ നാം കാണും. അവന് നിർമ്മിത ബുദ്ധി ലഭിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മ ശക്തിയുള്ള ദൈവസഭയെ ചേർക്കാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. 2, 4 വാക്യങ്ങൾ, 5 വാക്യങ്ങൾ വേഗത്തിൽ. അവൻ്റെ മൈക്രോചിപ്പ് ലോകം എലോൺ മസ്കിലേക്ക്. അതുകൂടെ പറയുമ്പോൾ ഈ രാത്രി തീരും. ബാക്കി മറ്റൊരിക്കൽ വായിക്കാം. വെളിപ്പാട് പുസ്തകം 13, 16, 17, 18 വാക്യങ്ങൾ. എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. എലോൺ മസ്കും ലോകവും. വെളിപ്പാട് 13, 16, 17, 18 വാക്യങ്ങൾ വായിച്ചു തുടങ്ങാം. അന്നാളിൽ വായിച്ചിട്ട് മുന്നേ അത് ചെറിയവരും വലിയവരും. ഇതായി കോവിഡ് ഒരു അന്ത്യകാല സംഭവം. ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ. ഇനി വേണ്ടിയത് മുദ്രയാ. നമ്മുടെ മൊബൈലും ഒക്കെ മാറാൻ പോവാ. മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വകയാതെ വണ്ണമായിരിക്കുന്നു. ഇവിടെ വായിച്ചാട്ട് മോനെ. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം മതി. അവിടെ നിൽക്കട്ടെ, വാക്യം മാറ്റില്ല. എന്താ ഇതിന്റെ പ്രത്യേകത എന്നറിയാമോ? കോവിഡ് കാലം നമ്മളെല്ലാം കണ്ടു. വലങ്കൈമേലും നെറ്റിമേലും. സമാധാനത്തെ സയൻസ് കേൾക്കണം. കോവിഡ് സാധാരണ സംഭവമല്ല. നിങ്ങളെല്ലാവരും നാട്ടുകാരും കേൾക്കണം. കോവിഡിനകത്ത് നിങ്ങളിവിടെ മാളിൽ പോയി, കടയിൽ പോയി, ചർച്ചിൽ പോയി, ചൂടെവിടെ നോക്കിയത്? കൈമേലും നെറ്റിമേലും. അപ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ പൾസ് റേറ്റ് ക്ലിയറായിട്ട് അറിയാവുന്നത് കൈക്കകത്താണ്. അതുകൊണ്ടാണ് ഇൻഫ്രാറെഡ് മീറ്റർ അടിച്ചപ്പോൾ നിങ്ങളുടെ ചൂട് നോക്കി വാതിൽ തുറന്നത്. അതുപോലെ കർത്താവിൻ്റെ വരവ് തൻ്റെ തലമേൽ. നമ്മുടെ കുഞ്ഞുങ്ങൾ വിട്ടിരിക്കുന്നു, കൊച്ചുമോൾ വിട്ടിരിക്കുന്നു. ഈ മോളെ പീഡിയാട്രിക് ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ ചൂടുണ്ടെങ്കിൽ ഡോക്ടർ ആദ്യം തലയിലൊന്ന് കൈവച്ചിട്ട് സിസ്റ്ററോട് പറയാം തെർമോമീറ്റർ ഒന്ന് കൊടുത്താട്ടെ. അപ്പോഴായി ചൂട് 98 100 വരുമ്പോൾ പനി കുഞ്ഞിന് കൂടുതലുണ്ട്, ഡോളോ കൊടുക്കണം, ഇതൊക്കെ എഴുതി വരുന്നത്. അപ്പോൾ ഈ 2 ഇടത്താ ചൂടടിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഈ സ്ഥലത്ത് 2 ഇടത്ത് മുദ്ര വെക്കും. അതിനാസ്പദമായി കേട്ടോണോ ഇനിയുള്ള കാര്യം. ഈ മുദ്രയുള്ളവർ ചെല്ലുമ്പോഴേ വാതിൽ തുറക്കത്തുള്ളൂ. ആ സിസ്റ്റം ഇവിടെ വരാൻ പോവുക. കമ്പ്യൂട്ടറുണ്ട്. ഇപ്പം നിങ്ങൾ തിരുവനന്തപുരത്ത് ചില വലിയ മാളിലെല്ലാം പോയിട്ടുണ്ട്. ഞാനതുകൊണ്ട് സയൻസ് ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നത്. തിരുവനന്തപുരത്ത് ചില മാളിൽ ചെല്ലുമ്പോൾ ഗ്ലാസ് ഡോറിൽ നിങ്ങളുടെ നിഴൽ തട്ടുമ്പോൾ തന്നെ തുറന്നു വരും. അല്ലെ കൈ കാണിച്ചാൽ. കരമുയർത്തുന്നവർക്കായി ചില ഓഫീസിൽ ചിലയിടത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പടി കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. അത് ഈ നിഴൽ കാണുമ്പോൾ തന്നെ തുറക്കും. ആരും തുറക്കണ്ട. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അങ്ങനെ തുറക്കത്തില്ല. നിങ്ങളുടെ തലമേലോ കൈമേലോ മുദ്ര അത് സ്കാനർ വഴി നോക്കിയിട്ടേ തുറക്കത്തുള്ളൂ. അതിനാസ്പദമായി മുദ്ര. അതിന് തുടക്കം കേട്ടോണം. ഇനി എല്ലാ സമാധാനത്തിൽ കേൾക്കണം. അതിന് തുടക്കമായിട്ടൊരു കാര്യമുണ്ട്. ഈ കോവിഡ് വന്നപ്പോൾ ചിലരെല്ലാം എഴുതി 2 ഡോസ് വാക്സിൻ എടുത്തിട്ട് ബാങ്കിൽ കയറാവൂ, 2 ഡോസ് വാക്സിൻ എടുത്തിട്ട് കയറാവൂ. ഇതെല്ലാം ഇതിനകത്ത് വന്നതാ. ഒരുവൻ്റെ കയ്യിൽ ലോകം കൊണ്ടുപോകാനാ, ഡേറ്റ കൊണ്ടുപോകാനാ ഈ മൊബൈൽ നമ്പരും എല്ലാം മേടിച്ചത് ചെയ്തത്. ഇനി അത് കേൾക്ക് സ്വോത്രം. അപ്പം നമ്മുടെ കേരളത്തിൽ 35,000 കേസ് വന്നു കോവിഡ്. അപ്പോൾ സഹോദരി വീണ ജോർജ് പറഞ്ഞു 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് ബാങ്കിൽ കയറാവൂ, 2 ഡോസ് എടുത്തവർക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറാവൂ. സ്വോത്രം. അത് കണ്ടിട്ട് ചില ബാങ്ക് മാനേജർ കാട്ടാക്കടയും സ്റ്റിക്കർ ഒട്ടിച്ച് 2 ഡോസ് വാക്സിനേറ്റഡ് പീപ്പിൾ കം ടു ദ ബാങ്ക്. ബാക്കിയുള്ളവർ വെളിയിൽ നിൽക്കുക. സ്വോത്രം. സർട്ടിഫിക്കറ്റുമായിട്ട് വരാൻ. അപ്പം ബൈബിളിനകത്ത ഒരു വാക്യമല്ല, ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. ഒരു വാക്സിൻ ഒരാൾ എടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിലേ എടുക്കാവൂ. അത് അടിച്ചേൽപ്പിക്കരുത്. സ്വോത്രം. സ്വന്തം ഇഷ്ടമുണ്ടെങ്കിൽ. ചില മരുന്ന് നിങ്ങളുടെ ശരീരത്തിൽ കുത്തുമ്പോൾ ആദ്യം അവർ ഡോക്ടർമാർ ചോദിക്കും, ഒരു നേരത്തെ അലർജി വല്ലതും ഉണ്ടായിരുന്നു? അത് നോക്കിയിട്ടേ അവർ ചില മരുന്ന് പമ്പ് ചെയ്യത്തുള്ളൂ. മലയാളം. ഇവിടുന്ന് SAT ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി. നമ്മുടെ കാനക്കോട് നിന്നൊരു പെൺകൊച്ച് ഗർഭിണി SAT കൊണ്ടുപോയി. അപ്പം നോർമൽ ഡെലിവറി നടക്കത്തില്ല. ഉടനെ കുഞ്ഞിനോട് ചോദിച്ചു, നിൻ്റെ ഭർത്താവ് ഇവിടെ കാണും ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞ SATയുടെ താഴെ ക്യാൻറ്റീൻ്റെ അവിടെ ഇരിപ്പുണ്ട് ചേട്ടനെന്ന്. സ്വോത്രം. വരാൻ പറഞ്ഞു. സ്വോത്രം. 3 ഒപ്പിടണം. എൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ കൈവെക്കുന്ന നാളെ എന്ത് സംഭവിച്ചാലും ഞാൻ ഉത്തരവാദിയാണ്. 3 പേപ്പർ ഒപ്പിടാതെ SATയിലെ ഗേമ കൊച്ചിൻ്റെ വയറ്റിനകത്ത് കത്രയും കൊടുക്കത്തില്ല, അനസ്തേഷ്യ എടുക്കത്തില്ല. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ കൊണ്ട്
ഒപ്പിടിപ്പിക്കും. അപ്പോൾ വാക്സിൻ ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ റൈറ്റാണ്. ഉടനെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വലത് ഭാഗത്ത് ഒരു പുള്ളി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരാ ജോൺ ബ്രിട്ടാസ്. അല്ല, ശിവൻകുട്ടി ആനാവൂരും നമ്മുടെ കാട്ടാക്കട ചേട്ടനൊന്നുമല്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തിരിക്കുന്നത്. അപ്പോൾ ആ പുള്ളിയുടെ പേരാ ജോൺ ബ്രിട്ടാസ്. സോളാർ സമരം ഒത്തുതീർപ്പാക്കിയ നല്ല ചെറുപ്പക്കാരനാണ് ബ്രിട്ടാസ്. അവനെ പോലെ ബുദ്ധിയുള്ള വേറെ ആരുമില്ല. കാട്ടാക്കടക്കാർക്ക് ഒരു പുണ്ണാക്കും അറിയത്തില്ല. സ്വോത്രം, ഇത്രയും കാര്യമുള്ള സ്വോത്രം. ആ പുള്ളിയാനെയാണ് ഇന്ന് സഖാവ് പിണറായി നമ്മുടെ ലോക്സഭയിൽ MP ആയിട്ട് വിട്ടേക്കുന്നത്. അപ്പോൾ ബ്രിട്ടാസ് എന്ന് പിണറായി സാറിനോട് പറഞ്ഞു, ഈ അമ്മാമയ്ക്ക് നിയമം അറിയത്തില്ല, 2 വാക്സിനാണ് പറഞ്ഞേക്കുന്നത്. ഇവരാരെങ്കിലും നാളെ കോടതിയിൽ പോയാൽ ഇപ്പം തന്നെ നമുക്ക് ആകെ കുഴപ്പമായിട്ടിരിക്കുക, സ്വപ്ന സ്വർണ്ണമായിട്ടിരിക്കുക, അതുകൊണ്ട് സാറ് മാറ്റിക്കോളാൻ പറഞ്ഞു. സോദർ പിണറായി വൈകിട്ട് വീണ ജോർജിനെ കട്ട് ചെയ്തിട്ട് ഒറ്റ കാര്യം പറഞ്ഞു, വാക്സിനൊക്കെ അവിടെ നിൽക്കട്ട്, 2 ഡോസ് എടുക്കണമെന്നില്ല, ചൂട് നോക്കി ആർക്കും എവിടെയും കയറാം. പഴയ വീഡിയോ കണ്ടാൽ മതി. സ്വോത്രം കേട്ടോണേ, നമ്മളെവിടെ കാണാനാ? മമ്മൂട്ടി ബദലിയാടിയോ നോക്കിക്കൊണ്ടിരിക്കുക, നീ അവിടെ ഇരി സ്വോത്രം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞ 2 ഡോസ് വാക്സിൻ എടുത്തോണമെന്ന് നിർബന്ധമില്ല, ചൂട് നോക്കി ആർക്കും കയറാം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും മുദ്ര. അതിനാസ്പദമായി പറഞ്ഞുതരാം. എവിടം വരെ എത്തി? 2009 മുദ്രയുടെ തുറക്കം. മോൻ ഇനി പറയുമ്പോൾ അടുത്ത വാക്ക് വായിച്ചു തരണം. 18 വാക്ക് 2009 ആധാർ, 2009 ആധാർ, 2013 ATM-നകത്ത് മുദ്ര വന്നു, 2015 ആനയുടെ വാലി വന്നു, 2018 പാസ്പോർട്ട് വന്നു, 2021 കാറിൻ്റെ ഫാസ്ടാഗ് വന്നു. ഇപ്പോൾ അവസാനത്തെ ഒരുവൻ വന്നു, അവൻ്റെ പേരാ തോമാച്ചാൻ്റെ ചേട്ടൻ കറിയാച്ചാൻ. എവിടെ ചെന്നാലും എഴുതി QR കോഡ്, കരമുയർത്തുന്നവർക്ക് അത് മാത്രം മതി. സ്വോത്രം. ബാങ്ക് അക്കൗണ്ട് വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, ഇനി അത് വരാൻ പോകുന്ന മുദ്രയിലാവും. അങ്ങനെയെങ്കിൽ ഇന്ന് ATM കാർഡിനകത്ത് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം നടക്കണം, അവസാനത്തെ 3 അക്കം അടിച്ചെങ്കിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ശരിയാവൂ. ATM-നും അറിയാം നിങ്ങളുടെ അക്കം, പക്ഷേ ഇത് ടൈപ്പ് ചെയ്യുമ്പോഴാണ് OTP, ഓൺ ടൈം പാസ്വേഡ് ട്രാൻസാക്ഷൻ വായിക്കാം. അന്നാളിൽ മനുഷ്യൻ്റെ ജ്ഞാനബുദ്ധി വായിച്ചാട്ടെ മോനെ, ചെറിയവനും വലിയവനും സമ്പന്നനും ദരിദ്രനും ദാസനും. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. മോൻ വായിച്ചാട്ടെ, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതൊരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. കിടക്കുന്ന നിങ്ങളുടെ ATM-നകത്ത് അവസാനത്തെ 3 സംഖ്യ അടിച്ചിട്ടാണ് ട്രാൻസാക്ഷൻ കൊടുക്കുന്നത്. അത് ഗൂഗിൾ പേ ആകട്ടെ, Paytm ആകട്ടെ, ഏത് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഒരു കോഡ് അതിനകത്ത് എഴുതി വരും. എന്താ? നിങ്ങളുടെ ATM-ലെ 3 അക്കം ടൈപ്പ് ചെയ്യാൻ പറയൂ. അത് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു OTP വരുമ്പോൾ ട്രാൻസാക്ഷൻ നടക്കുമെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 3 പേരുടെ സംഖ്യ നിങ്ങൾക്ക് ഡീകോഡ് കിട്ടും. സ്വർഗത്തിന് 3 ഘടകം: പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. കരമുയർത്തുന്നവർക്കായി സാത്താൻ 1, മൃഗം 2, കള്ളപ്രവാചകൻ 3, സാത്താൻ. ഇവർ 1 നാഴിക നേരം ഭരിക്കും. ഇവരുടെ നമ്പർ 666. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ കഴിഞ്ഞ ദിവസം 1-ാം മൃഗം സമുദ്രത്തിൽ നിന്ന്, ഇന്ന് കുഞ്ഞ് വായിച്ചു 2-ാം മൃഗം ഭൂമിയിൽ നിന്ന്, 3 മഹാസർപ്പം 1 നാഴിക നേരം ഇവരോട് ചേർന്ന് വാഴും. അതാ സഭയെടുക്കപ്പെട്ടാൽ ഉപദ്രവം, മഹോപദ്രവം ക്ലിയർ ആയിരിക്കണം. അതിനാസ്പദമായി മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും മുദ്ര വരുമോ? ഞങ്ങളുടെ ബൈബിൾ. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. ദാണ്ടേ ഇതാ സംഭവം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ്. സ്വോത്രം. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ കടന്നപ്പോൾ എഴുതി മുദ്ര തലമേൽ. ദാണ്ടേ എലോൺ മസ്ക് ലോകം ടെലിപ്പതിയിലേക്ക് മസ്തിഷ്കത്തിൽ മുദ്ര. വായിക്കുന്നവർക്കായി ക്ലിയർ. അടുത്തത് ദാണ്ടേ ചെറുപ്പക്കാരൻ്റെ മോനെ, ഇത് ക്ലിയർ ആയിക്കോണം പടം, അല്ലേ തന്നെ നോക്കിയിരിക്കുകയല്ലേ. സ്വോത്രം. ദാണ്ട് മസ്തിഷ്കത്തിൽ ചിപ്പ്, ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ. 2016 അമേരിക്കയിൽ ഒരു രഘൂതൻ കയറി. അവന്റെ പേര് എലോൺ മസ്ക്, മോഡി സാറിന്റെ കൂട്ടുകാരൻ. ദാ വെച്ചു മസ്തിഷ്കത്തിൽ ചിപ്പ്, ന്യൂറോലിങ്ക്. ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പാട്ടുപോകും. കയറുമില്ല, വയറുമില്ല, ഇന്റർനെറ്റും ഇല്ല, മൊബൈലുമില്ല, 4G ഇല്ല, 5G ഇല്ല, 6G ഇല്ല. എന്നാൽ പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കി വരാൻ പോന്നു. കൈമേലും നെറ്റിമേലും മുദ്ര. കരമുയർത്തിയാട്ടെ. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? ഇത് ഇന്ത്യയിലും വരാൻ പോവാ. നിങ്ങൾ കാണാൻ പോവുക. തിരുവനന്തപുരത്തുകാർ ചെറുപ്പക്കാര് നമ്മുടെ കഴക്കൂട്ടൻ റോഡിൽ എലോൺ മസ്ക് സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. അവൻ്റെ ഏറ്റവും വലിയ മാള വാൾമാർട്ട്.
അത് വന്നു കഴിഞ്ഞാൽ കാട്ടാക്കടയിലെ കച്ചവടക്കാരെല്ലാം തീർന്ന് ആമസോണും പോകും, ഫ്ലിപ്കാർട്ടും പോകും, എല്ലാം പോകും. സ്വോത്രം. എല്ലാം ശരിയാകും മക്കളെ. അവൻ വരാൻ പോവുക. ഇപ്പം അവൻ വരാൻ പോവുക ഇന്ത്യയിൽ. മോഡി സാറിനോട് കരം കൊടുക്കാൻ $1000 കോടി ബിസിനസ്സാണ് ഇന്ത്യ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. തീർന്നില്ല. ഇനി ഇതിൻ്റെ ഒരു കാര്യം കൂടെ കേൾക്കണം. തിരുവനന്തപുരത്ത് മത്സരിച്ച സ്ഥാനാർത്ഥിയ രാജീവ് ചന്ദ്രശേഖർ 2023 അദ്ദേഹം ഇവിടെ ലണ്ടനിൽ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ മൊബൈൽ അടിച്ചാൽ മതി, ചാറ്റ് GPT കോൺഫറൻസ്. അത് ഓർഗനൈസ് ചെയ്ത എലോൺ മസ്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ ചേർത്തിട്ട് 145 കോടി ജനം ഇന്ത്യയിലുണ്ട്. ഇനി ഇന്ത്യയിൽ തീവ്രവാദം സംഭവിക്കാം, അതുപോലെ ബാങ്ക് കൊള്ള സംഭവിക്കാം, കൊലപാതകം നടത്താം. ഇവിടെ മലയൻകീഴ് പോലീസ് സ്റ്റേഷൻ ഗുണ്ടകളുടെ പേരുണ്ട്. കാട്ടാക്കട കയറുമ്പോൾ കാപ്പ കേസുകാരെ ഫോട്ടോ ഒട്ടിച്ചതുപോലെ സംശയമുള്ളവന്റെ കയ്യിൽ ഈ ചീപ്പ് കൊടുത്താൽ ഇന്ത്യക്കകത്ത് ഒരു അക്രമവും നടത്താതെ സാറ്റലൈറ്റ് വഴി ഞാൻ മോണിറ്റർ ചെയ്യാം. കരമുയർത്തുന്നവർക്കായി പറഞ്ഞവനായി എലോൺ മസ്ക്. കമ്പനിയുടെ പേര് ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ. ഈ പ്രസംഗം ഇങ്ങനെ പോയാൽ എത്ര സയൻസ് പറയണം. എന്നാൽ ഇന്ന് രാത്രി ബൈബിളിനകത്ത് ഇത് തുടക്കമുണ്ടോ? 2009. ഇനി എല്ലാവരും കേൾക്കണം. എവിടെ ഒരു 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വാങ്ങിച്ചുകൊണ്ട് ആദ്യത്തെ പരിപാടി ഇവിടെ വന്ന് വഴിയാധാരമായ ആധാർ എല്ലാവർക്കും അറിയാം. ആധാർ വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ബാർകോഡ്. താണ്ട് ആധാർ ബാർകോഡ് 12 അക്കം. ഇത് തന്നെ വഴിയാധാരമായ ആധാർ എടുക്കാൻ പോയപ്പോൾ എന്താ എടുത്തത്? സ്വോത്രം. ഇത് മൈക്രോചിപ്പ് വരുന്നതിന് സുതാര്യ. ആദ്യം നിങ്ങളുടെ വിരൽ പ്രിന്റ് ചെയ്തു. കരമുയരുന്നില്ലല്ലോ ആധാർ എടുക്കാൻ പോയപ്പോൾ. പിന്നെ ചിന്നമ്മ സിസ്റ്റർ ആധാർ എൻറോൾ സെന്ററിൽ ചെന്നപ്പോൾ കണ്ണ് നല്ലതുപോലെ തുറന്നാട്ടെ. പണ്ടത്തെ ക്യാമറ നോക്കുന്നേരെ കണ്ണടച്ചാട്ടെ തുറന്നാട്ടെ, കണ്ണടച്ചാട്ടെ തുറന്നാട്ടെ, നെറ്റ് ഇങ്ങനെ ക്യാമറയ്ക്ക് നേരെ കൊണ്ടുവന്നാട്ടെ. എല്ലാം പോയി ചിന്നമ്മാമ കമ്പ്യൂട്ടറിലായി. സ്വോത്രം. ഇത് വരുന്നതിന് സുഖമായിട്ടാ ആധാർ വന്നത്. 1 കൈ 2 കണ്ണ്. ക്ലിയർ ആധാർ. ഇതാ ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനി വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ആധാർ വന്നപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് മൻമോഹൻ സിംഗ് പറഞ്ഞ വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ടെന്ന്. സ്വോത്രം. പോയില്ലേ? എന്തിനും ആധാർ. കഴിഞ്ഞില്ലേ? കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാൻ ആധാർ, കരം ആധാർ, വളം ആധാർ, സബ്സിഡി ആധാർ, ബാങ്ക് അക്കൗണ്ട് ആധാർ, പാൻ കാർഡ് ആധാർ, അത് കഴിഞ്ഞ് പെൻഷൻ കിട്ടാൻ ആധാർ, ഗ്യാസിൻ്റെ സബ്സിഡി ആധാർ. പെന്തിക്കോസുകാർ CSIക്കാർ ശ്രദ്ധിക്കണം. അപ്പച്ചൻ മരിച്ചാലും മരണ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ആര്യങ്കോട് ഗ്രാമപഞ്ചായത്തിൽ പോയാൽ വഴിയാധാരമായ ആധാർ. അത് മലയാളി ഉദ്ദേശിച്ച അപ്പച്ചൻ മരിച്ചാലും 1 കൊല്ലം നമ്മൾ അപ്പച്ചനെ ജീവിപ്പിക്കും. മരണ സർട്ടിഫിക്കറ്റ് മേടിക്കത്തില്ല. ഈ സഹകരണ ബാങ്കിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരന് 100 രൂപ മൊബൈൽ ചാർജ് ചെയ്താണ് കൊടുക്കും. സ്വോത്രം. അതുകൊണ്ട് അപ്പച്ചൻ്റെ പെൻഷൻ മേടിക്കും. സ്വോത്രം. അതുകൊണ്ട് ആ വഴിയാധാരമായ ആധാർ. തീർന്നില്ലേ? അത് മാത്രമല്ല കരമടയ്ക്കാനും ആധാർ. 1 സെക്കൻഡ് സമയമെങ്കിലും മുൻപോട്ട് വന്നെങ്കിലും പറയാം വളരെ വേഗത്തിൽ. ഞങ്ങളുടെ നാട്ടിൽ ഞാനൊരു കഴിഞ്ഞ വർഷം ഏപ്രിൽ വർഷം തന്നെ കൃത്യമായിട്ട് ഏപ്രിലാകുമ്പോൾ ഞാൻ കരമടയ്ക്കാൻ പോകും. പിന്നെ തലവേദന വേണ്ട. വീടിൻ്റെ കരവും വസ്തുവിൻ്റെ കരവും അടയ്ക്കാൻ ചാത്തന്നൂർ ചെന്നു. ആ സമയത്ത് അക്ഷയയിലാണ് പോയത്. അക്ഷയയിൽ ചെന്നപ്പം അവിടെ ഉള്ളവരെല്ലാവരോട് ചോദിച്ചു, പാഷ കാണാനില്ലല്ലോ, ലണ്ടനിലോ UK വല്ലതും പോയെന്ന്. ഞാൻ പറയും നെടുമങ്ങാട് റബ്ബറും തോട്ടത്തിൽ ഉണ്ടത്, വന്നാൽ കാണാമെന്ന് പറഞ്ഞു. സ്വോത്രം. ക്ലിയറായിട്ട് ഞാനെങ്കിലും പോകത്തില്ല. സ്വോത്രം. ഒന്നാമത്തെ കാര്യം സമയമില്ലാത്തത് കൊണ്ട് പല ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ പണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു, ബാങ്കിൻ്റെ ബോർഡ് മെമ്പറുമായിരുന്നു, ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ വഹിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. സ്വോത്രം. അപ്പം അനവധി ട്യൂട്ടർ സ്കൂൾ ഒഴിച്ച് ട്യൂട്ടറിൽ എത്ര കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ പകുതി ദിവസവും യോഗമുണ്ട്, രാത്രി വരുന്ന 2 മണി നേരം, രാവിലെ ഇച്ചിരി നേരം കിടന്നുറങ്ങും, പിന്നെ നോട്ടെല്ലാം തയ്യാറാക്കി ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചിറങ്ങിയാൽ പിന്നെ വഴിയിലോട്ടിറങ്ങാൻ സമയമില്ല, അതുകൊണ്ട് അധികം സഞ്ചരിക്കാറില്ലെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പുറയിൽ ഞങ്ങളുടെ നാട്ടിലെ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജ്, അത് ചാത്തന്നൂർ ഫേമസാണ്, ഭാഷക്കൊക്കെ അറിയാം. അപ്പം അവർക്ക് കന്നുമാമൂട്ടിലും മാരായമുട്ടത്തും ഒക്കെ വേലയുണ്ട്. സ്വോത്രം. അവിടുത്തെ ഒരു പ്രായം ചെന്ന ഇച്ചിരി പ്രായമുള്ളൊരു ഉപദേശി വന്ന്, അപ്പോൾ പുള്ളി ഞങ്ങളോട് എല്ലാം പറഞ്ഞേക്കുന്ന വണ്ടി പോലും നല്ലതല്ല, മാരുതിയുടെ 800 കാറുവ, പാവപ്പെട്ട ഉപദേശി. ഇവിടെ എല്ലാവരോടും പറഞ്ഞേക്കുന്നത് എനിക്ക് 15 സെൻറ്റ് ഒരു വീടും അത് കഴിഞ്ഞ് ഇതേ ഉള്ളെന്ന്. ഞങ്ങൾ വിചാരിച്ച് കർത്താവിൻ്റെ ദാസനിൽ വേല ചെയ്യട്ടെന്ന്. സ്വോത്രം. അദ്ദേഹം ഈ ആധാറുമായിട്ട് ഈ കരമടച്ച് പഴയ ഒരു രസീതുമായിട്ട് വന്ന പെങ്കൊച്ച് പറഞ്ഞ് സിസ്റ്റത്തിൽ കാണുന്നില്ല, ഇത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപദേശി ഒരു കാര്യം ചെയ്യണം, പാസ്റ്ററിൽ ആധാർ നമ്പർ നമുക്ക് കൊടുത്തിട്ട് ഒരു OTP വരുമ്പോൾ നമുക്ക് പുതിയ സിസ്റ്റത്തിലേക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയറായി. പാസ്റ്റർ 3 വർഷമായി വീടിൻ്റെ കരമടച്ചെന്ന് കാണുന്നതെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞ ആധാർ എന്ന ഉടനെ പോക്കറ്റിൽ നിന്നില്ല കൊച്ച പ്രിൻറ്റും എടുത്തു കൊടുത്തു. പെങ്കൊച്ചിൻ്റെ കൊടുത്തു. പെങ്കൊച്ച് പറഞ്ഞ് നോക്കിയിരിക്കണം, ഇപ്പോൾ ആധാറിൻ്റെ OTP വരും തരണമെന്ന് പറഞ്ഞു. ആധാറിൻ്റെ OTP വന്ന് പാസ്റ്ററോട് പറഞ്ഞ് അവിടെ ഇരിക്കുക. ഞാനും മറ്റുള്ളവരുടെ കാര്യം പറയും. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് കൂടെ വന്ന് സക്സസ്ഫുള്ളി ആധാറുമായിട്ട് ലിങ്കായിന്ന്. സ്വോത്രം. ഉടനെ പെങ്കൊച്ച് പറഞ്ഞ് 3 വർഷത്തെ കരം ഇനി തരാൻ പറഞ്ഞു. ഉടനെ പൈസ 3 വർഷത്തെ എത്രയോ 200 ചില്ലുവാൻ രൂപ കണ്ട് വീടിൻ്റെ എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞപ്പം പെങ്കൊച്ച് പറയുന്നു, പാസ്റ്ററെ
ഈ പാസ്റ്ററിന് തെന്മലയോ ആ ഉറുകുന്ന റൂട്ടിലെങ്ങാനും വസ്തു കൊണ്ടുവന്നു സ്വോത്രം. പാസ്റ്റർ ഞങ്ങളെ ഒന്നും നോക്കിയില്ല. അപ്പം പറയാം എന്താ കമ്പ്യൂട്ടർ കാണിക്കുന്നു, അവിടെ ഒരു 2 ഏക്കർ തോട്ടത്തിൻ്റെ തണ്ടപ്പേര് നമ്പർ ഈ ഓൺലൈനിൽ കിടക്കുന്നത് കരം അടച്ചിട്ടില്ലെന്ന് സ്വോത്രം. 2 ഏക്കർ തോട്ടം സ്വോത്രം ആ കിടക്കുന്നത്. പാസ്റ്റർ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ് 15 സെൻറ്റ് ഒരു മാരുതി കാറ്. കമ്പ്യൂട്ടർ കള്ളം പറയൂ, 2 ഏക്കർ തോട്ടം ഉറുകുന്നി കിടക്കുന്നു, കരം ഉയരുന്നില്ലല്ലോ. ഇതെങ്ങാനും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കാട്ട പുകയായില്ലേ സ്വോത്രം. എത്ര പാസ്റ്റർമാരെ വസ്തുവാ തെളിയാൻ പോകുന്നത്, പ്രാർത്ഥിച്ചോണ്ടാൽ മതി സ്വോത്രം. അത് കഴിഞ്ഞിട്ട് അടുത്തത് ചെറുപ്പക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, നല്ല വാലിബപ്പ് കുളന്തകളെങ്കിൽ ഇരിക്കുന്നത് ഉക്കാറുക സ്വോത്രം. നമ്മുടെ ഇവിടെ നമ്മുടെ കാനക്കോട് ഒരു പയ്യൻ, അവൻ ഇച്ചിരി ബുദ്ധിയുള്ളവനായിരുന്നു, ഡിഗ്രിക്കാരനാണ്. അവൻ BCA ഒക്കെ കഴിഞ്ഞു. അപ്പം MCA പഠിക്കാൻ ഇറച്ചിപ്പാലത്ത് സൺ കോളേജിൽ ഒരു 5 ലക്ഷം രൂപ വേണം. അപ്പോൾ അവിടെ ചെന്ന് അവൻ അഡ്മിഷൻ എടുത്തു, ബാങ്ക് ലോൺ എടുക്കാൻ പേപ്പർ എടുത്തു. ഇവൻ വസ്തുവിൻ്റെ പേപ്പറും ബാങ്ക് ലോണും എല്ലാം അവിടെ കാട്ടാക്കട എവിടെ ചെന്നറിയോ, സ്റ്റേറ്റ് ബാങ്കിൽ ചെന്ന് അവിടെ ചെന്ന് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത്, സാറേ എനിക്ക് ഞാൻ BCA കഴിഞ്ഞതാ, MCA ഇറച്ചിപ്പാല സൺ എഞ്ചിൽ ഇറങ്ങി അഡ്മിഷനൊക്കെ കിട്ടി, സാർ എനിക്ക് 5 ലക്ഷം ലോൺ തരണം. അവർ പറഞ്ഞ് തിരുവനന്തപുരം ഹെഡ് ക്വാർട്ടേഴ്സിൽ പൂജപ്പര അയച്ചെല്ലാം ശരിയാക്കി തരാം, ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഒരാഴ്ച ചെന്ന് കഴിഞ്ഞു, അവൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ക്ലിയറാ. 5 ലക്ഷം രൂപ അവർ ലോൺ കൊടുത്തു കാട്ടാക്കടക്കാർ. വസ്തുവിൻ്റെ കരവുണ്ട്, അവൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്, എല്ലാം ഉണ്ട് സ്വോത്രം. 4 മാസം അവൻ കോളേജിലും പോയി കൃത്യമായിട്ട് ലോൺ അടച്ചു. 5-ാം മാസം അവൻ മതിലിയാടി നെയ്യാറ്റിൻകര ഫെഡറൽ ബാങ്കിൽ പോയി സ്വോത്രം. ഇതേ കരമടച്ച പേപ്പറും സണ്ണിൻ്റെ പേപ്പറും കൊണ്ട് ഫെഡറൽ ബാങ്കിൽ ചെറുപ്പക്കാരി മാനേജറുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞ്, സാറേ ഞാൻ അവിടെ ചേർന്ന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ഈ പൈസ എനിക്ക് അടയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് MCAയുടെ 2 വർഷത്തേക്ക് സാർ ലോൺ തരണം, ഒരു 5 ലക്ഷം രൂപ ഞാൻ പിന്നെ പതിയെ മാസമൊക്കെ അടച്ച് തീർക്കാം. അപ്പോൾ അവർ പറഞ്ഞ് EMI മാസം ഇത്രേ ക്ലിയറാണ്. പേപ്പറെല്ലാം മേടിച്ചിട്ട് പറഞ്ഞ് എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കണമെങ്കിൽ മേളിൽ നിന്ന് ഞങ്ങൾ അപേക്ഷ കൊടുത്ത് ക്ലിയറാക്കണം, 4 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. യവൻ വിചാരിച്ച് ഇവിടുന്ന് കിടക്കും 5 ലക്ഷം രൂപ സ്വോത്രം. നല്ല സന്തോഷമായിട്ട് സ്വോത്രം. 4-ാം ദിവസം യവൻ എവിടെ ചെന്ന് നെയ്യാറ്റിൻകര ഫെഡറൽ ബാങ്കിൽ നീങ്ങിപ്പോയി, എൻ്റെ ഭാരങ്ങൾ മാറിപ്പോയി, എൻ്റെ ശാപങ്ങളെന്ന് പറഞ്ഞ് ഫെഡറൽ ബാങ്കിലെ മാനേജറുടെ മുമ്പിൽ ചെന്നപ്പോൾ വഴിയാധാരമായ ആധാർ നമ്പർ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അടിച്ച് നോക്കിയപ്പോൾ 3 EMI SBIയിലെ മുടങ്ങിക്കിടക്കുക. ആ പ്രിൻ്റ് എടുത്ത് അവൻ്റെ കൈ കൊടുത്തിട്ട്, കാർ വാപ്പസി വീട്ടിൽ പോക്കോളാം, ഇനി ഇവിടെ വരുതെന്ന് സ്വോത്രം. കര ഉയരുന്നില്ലല്ലോ. ഇന്നത്തെ ബാങ്ക് മാനേജർ ചെറുപ്പക്കാർ നല്ല പെമ്പുള്ളാരെ പോയി കഴിഞ്ഞാൽ ചെറുപ്പക്കാരോട് ഞാൻ പറയുക, നിങ്ങളെ ശരിയാക്കി വിട്ടു സ്വോത്രം, മലയാളത്തിലുള്ള സ്വോത്രം. അതുകൊണ്ട് ആധാർ ശരിയായി. ഒരു ലോൺ എടുത്താൽ ആധാർ നമ്പർ കൊടുത്താൽ ഇന്ത്യയിൽ മറ്റൊരു ലോൺ കിട്ടത്തില്ല. എല്ലാം ഒരുവൻ്റെ കയ്യിൽ. കൊണ്ടുവന്നത് സാധാരണ പുള്ളിയല്ല, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. അദ്ദേഹം സാധാരണ പുള്ളിയല്ല, സൗദിയുടെ അരാംകോയുടെ ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ, ധനതത്വശാസ്ത്രത്തിൽ, സാമ്പത്തിക ശാസ്ത്രത്തിൽ ലോകത്തിൽ 2 ബിരുദം നേടി ഒറ്റ മനുഷ്യനേ ഉള്ളൂ, ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. അദ്ദേഹം കൊണ്ടുവന്നതാ എല്ലാവരെയും ഒരു അക്കൗണ്ടിലാക്കാൻ. ഇതെല്ലാ സ്ഥലത്തും ഉണ്ട്. അമേരിക്കയിൽ അമേരിക്കൻ ഐഡന്റിറ്റി, ആസ്ട്രേലിയയിൽ ആസ്ട്രേലിയൻ ഐഡന്റിറ്റി. അപ്പോൾ 2009 ആധാർ, 2 വാക്യം പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കാം. അത് കഴിഞ്ഞ് 2013 ATM കാർഡ്, 2015 നമ്മുടെ ഈ വിരാട് കോഹ്ലി ക്രിക്കറ്റ് കളിക്കാരൻ വിരാട് കോഹ്ലി എപ്പോഴും എയർപോർട്ടിൽ ക്യൂ നിൽക്കാൻ വയ്യ. അതുകൊണ്ട് അവൻ ഒരു കാര്യം ചെയ്തു, തൻ്റെ പാസ്പോർട്ടിനകത്ത് അവൻ മുദ്രയെ ചേർത്തു. ആരാ? ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരൻ വിരാട് കോഹ്ലി. അവൻ പാസ്പോർട്ടിനകത്ത് ഇന്ത്യൻ പാസ്പോർട്ടിനകത്ത് RFID ഒരു ചിപ്പ് കൊണ്ടുവന്നു. ഇതാ നിങ്ങളുടെ കാറിനകത്ത് ഇന്ന് രാത്രി കാറുള്ളവർ നോക്കണം, ഫാസ്ടാഗിൻ്റെ മേളിൽ RFID. അപ്പം ഇന്ന് രാത്രി എത്ര കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം. 1 2009 ആധാർ, 2 2013 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനെ പിടിച്ചു തുടങ്ങിയ ആധാർ, 13 ATM കാർഡിലേക്ക് മൈക്രോ ചിപ്പായി, 15 പാസ്പോർട്ടിനകത്തായി. അത് കഴിഞ്ഞ് 18 ആനയുടെ വാലയിൽ ചിപ്പ് വെച്ചു. എന്തിനാ ആനയുടെ വാലയിൽ ചിപ്പ് വെച്ചത്? ആന അമ്പലത്തിൽ വന്ന് കുഴപ്പമുണ്ടാക്കാൻ അറിയാതിരിക്കാനാ ആനയുടെ വാലയിൽ ചിപ്പ് വെച്ചത്. ഒരാനയുടെ വെയിറ്റ് എത്രയാണെന്നറിയാമോ? നല്ല മുഴുത്ത ആനയുടെ വെയിറ്റ് 6000 കിലോയ ഒരു ആനയുടെ വെയിറ്റ്. നല്ല മുഴുത്ത ആന. അതിനെ മേയ്ക്കുന്ന ആരാന്നറിയാമോ? കള്ളിക്കാട് പാപ്പച്ചൻ. 55 കിലോ വെയിറ്റ്, ഒരു ചുള്ളിവടി. കരമുയർത്തുന്നവർക്ക് സ്വോത്രം. 6000 കിലോ ഉള്ള ആന ഇവിടുന്ന് വെള്ളറട വരെ നടത്തിക്കൊണ്ടു. 55 കിലോ ഉള്ള കള്ളിക്കാട് പാപ്പച്ചൻ, കയ്യിലൊരു ചുള്ളിവടി. സ്റ്റിയറിംഗും വേണ്ട, GPS വേണ്ട, ലെഫ്റ്റ് റൈറ്റ് സ്വോത്രം. അതുകൊണ്ട് ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതിശയവും ഭയങ്കരവുമായി ദൈവം സൃഷ്ടിച്ചു. അതാ മനുഷ്യൻ്റെ സൃഷ്ടി സ്വോത്രം. അതുകൊണ്ട് ഒരു സയൻസ് കൂടെ പറയാം. ഇടുക്കി പ്രശ്നം ഉണ്ടാക്കിയ ഒരു ആന ഉണ്ടായിരുന്നു, അരിക്കൊമ്പൻ. അവ ഇപ്പം തിരുനെൽവേലിയുടെ ബോർഡർ നിൽക്കുക. കോതയാർ, പൊന്മുടിക്കപ്പുറത്തായി കോതയാർ, അപ്പുറം കിടക്കുക സ്വോത്രം. അപ്പം ചില ദിവസം ഫോട്ടോ കാണും. കോതയാറിൽ അരിക്കൊമ്പൻ വെള്ളം കുടിക്കുന്നു, അരിക്കൊമ്പൻ മാങ്ങ തിന്നുന്നു.
അപ്പം വിചാരിക്കും മനോരമയുടെ ക്യാമറാമാൻ അവിടെ പോയത്. എൻ്റെ പൊന്നുമക്കൾ അവൻ്റെ 7 അയലത്ത് പോയാൽ പിന്നെ അവനെ കാണത്തില്ല. സ്വത്രം. ഇത് സാറ്റലൈറ്റിൽ കൂടെ മൈക്രോ ചിപ്പ് വഴി ഫോൺ എടുക്കുന്നതാ. നിങ്ങളുടെ ഇതിനകത്ത് വരുന്നത് അരിക്കൊമ്പൻ വെള്ളം കുടിക്കുന്നു കോതയാറിൽ ആനയുടെ പാല ചിപ്പ്. ഇവിടെ കാട്ടാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പണ്ടായിരുന്നു ആന എഴുന്നള്ളിക്കാൻ കൊണ്ടുവരുന്നത്. ഇപ്പം ആന എഴുന്നള്ളിക്കൊണ്ടുവരുമ്പോൾ കാട്ടാക്കട CI ചോദിക്കും, ആ ഡോക്ടറെ സർട്ടിഫിക്കറ്റ് ഇഞ്ഞ് തരാൻ പറയും. സന്തോഷമില്ലല്ലോ സ്വത്രം. ആനയുടെ വാലി മൈക്രോ ചിപ്പുണ്ട്, അത് സ്കാൻ ചെയ്യും. ആ സ്കാൻ ചെയ്യുമ്പോൾ അതിന് രക്തസമ്മർദ്ദം ഉണ്ടോ മതപ്പാടുണ്ടോ എന്ന് കമ്പ്യൂട്ടർ പറയും. എന്നിട്ട് ആന എഴുന്നള്ളിക്കാൻ തൃശ്ശൂർ പൂരത്തിന് ലൈസൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആന എഴുന്നള്ളിക്കണമെങ്കിൽ മൃഗ ഡോക്ടർ ലൈസൻസ് കണ്ടതിന് ശേഷമേ ഉത്സവ കമ്മിറ്റിക്കാർക്ക് ആളെ കൊടുക്കത്തുള്ളൂ. അത്രയും കാലമായി ഇതാന. അത് കഴിഞ്ഞ് കാറിനകത്ത് RFID ഇതാണ്ടേ, അതാ ഒരു ചിപ്പ് വെച്ചാൽ കാറിനെല്ലാം മോണിറ്റർ ചെയ്യാം. അന്ത്യകാലമായില്ലേ റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ. അതിന്ന് എവിടെ വന്നു? QR കോഡ് സ്കാൻ ചെയ്യുക കരമുയർത്തുന്നവർക്കായി. ക്ലിയർ ആയില്ലയോ? സ്വത്രം. മണ്ഡപത്തിൻ കടവി ആ പാലത്തിൻ്റെ പുറത്ത് തട്ടുകടയുണ്ട്, നിങ്ങൾക്കറിയത്തില്ല. അവിടെ നല്ല സുന്ദരമായ ചായയും പരിപ്പോടെയും മണ്ഡപത്തിൻ കടവി. സ്വത്രം. അവിടെ പണ്ട് 10 20 രൂപ ഉള്ളായിരുന്നു. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചെറുപ്പക്കാർ ഇതാണ്ട പൈസ വേണ്ട, അയ്യാ QR കോഡ് കിട്ടൊരു മെസ്സേജ് അടിച്ചിറക്കി 20 രൂപ പൈസ വേണ്ട. സ്വത്രം. ദാണ്ടി മണ്ഡപത്തിൻ കടവി പോലീസ് ഇരിക്കുന്ന ചെക്ക് പോസ്റ്റിനടുത്ത് അവിടുത്തെ പിള്ളേർ സ്ഥിരം ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ എനിക്ക് ചായയിരുന്നു. എനിക്ക് അവരെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ. അവിടെ ചെല്ലുമ്പോൾ പണ്ട് 10 20 രൂപ. ഇപ്പം ചായയുടെ ട്രേഡ് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ചെകുത്താൻ്റെ കണക്ക് ദാണ്ട് ഇങ്ങനെ ഒരുത്തായി. നിങ്ങളുടെ മൊബൈൽ ഇങ്ങോട്ട് കാണിച്ച ഗോ 20 റുപ്പീസ് പോകാം, പരിപ്പോടെയും ചായയും തിന്നാം. ഇതവനാ ഇനി കയ്യിൽ വരാൻ പോകുന്നത് കൈമേലും നെറ്റിമേലും. ഇത് കാണിച്ചാൽ ബാങ്ക് അക്കൗണ്ട് വേണ്ട, കാർഡ് വേണ്ട, എവിടെ കാണിച്ചാൽ സാധനം മേടിച്ചാൽ ഇത് ക്ലിയർ പറയാം. എന്തുകൊണ്ട് ഇത്? ഇനി ഒരു കാര്യം കേട്ടോണം. തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ എയർപോർട്ടിൽ ടിക്കറ്റ് എടുത്താൽ നിങ്ങളുടെ സീറ്റ് വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യാം. ബോർഡിംഗ് പാസ് അതെന്തോ ചെയ്യണം? CISFന്റെ അവിടെ കൊണ്ട് കൊടുത്താൽ അവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിനകത്ത് ഈ ബാർകോഡ് കാണുമ്പോൾ ഗേറ്റ് തന്നെ തുറന്നു വരും. ഇനി കൗണ്ടറിൽ നിൽക്കണ്ട, ഗേറ്റ് തുറന്ന് ലഗേജും തൂക്കി നേരെ പാസ്പോർട്ട് കാണിച്ചാൽ പോകാം. ബോർഡിംഗ് പാസ് മാറുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വീട്ടിൽ നിന്ന് കമ്പ്യൂട്ടറിനകത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടിക്കറ്റും വിമാനത്തിലെ സീറ്റ് നമ്പരും KSRTC ട്രെയിൻ ബുക്ക് ചെയ്യുന്ന പോലെ നിങ്ങളുടെ മൊബൈൽ കിട്ടിയാൽ തിരുവനന്തപുരത്ത് പോയി സീറ്റ് എടുക്കണ്ട. ചേരുന്ന തിരുവനന്തപുരം എയർപോർട്ടിൽ ചെന്ന് അവിടെ ഇരിക്കുന്ന CISF ഈ ബാർകോഡ് കാണിക്കുമ്പോൾ ഒരു ഗേറ്റ് നിങ്ങൾക്ക് തന്നെ ഗ്ലാസ് ഡോർ തുറന്നു വരും. വരാൻ പോകുന്ന അന്ത്യകാലം കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇനിയുള്ള സയൻസുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ QR കോഡ് ഇനി വരുന്നത് കൈമേലും നെറ്റിമേലും മുദ്ര. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ കൈമുദ്ര ഇടുവോ? പടപടാ വായിച്ച് സഹായിക്കണം. ഇതെവിടെ തുടങ്ങി? 2009 ആധാർ നമ്മുടെ മനുഷ്യൻ്റെ കൈമുദ്ര ഇടുവോ? ഇയ്യോബിൻ്റെ പുസ്തകം 37 7-ാമത്തെ വാക്യം കുഞ്ഞു വായിച്ചാട്ടെ. 2-3 വാക്യം പടപട വായിച്ചാട്ടെ. ബാക്കി മറ്റൊരിക്കൽ ഇയ്യോബ് 37 7 മോൻ വായിച്ചാട്ടെ. ഇയ്യോബ് 37 7-ാമത്തെ വാക്യം വായിക്കാം. സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെ അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെ കൈ മുദ്രയിടുന്നു. കിടക്കുന്ന കരമുയർത്തിയാട്ടെ. സകല മനുഷ്യരും കൈമുദ്രയിട്ടു. റേഷന് വേണ്ടി മുദ്രയിട്ടു, ആധാറിന് വേണ്ടി മുദ്രയിട്ടു, സകല കാര്യത്തിനും വേണ്ടി കൈമുദ്രയിട്ടു. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയും അറിയുവാൻ സകല മനുഷ്യരെയും കൈമുദ്രയിട്ടു. ഇതാ ബൈബിളിന്റെ പ്രവചന. ഇയ്യോബ് ഇന്നേക്ക് 3000 കൊല്ലങ്ങൾക്കും ഭൂദേശത്ത് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു. എല്ലാവരും കേൾക്കണം. അവന്റെ പേര് ഇയ്യോബ്. ഭാര്യ, ആടുമാടുകൾ, 10 മക്കൾ. സാത്താൻ സ്വർഗത്തിലേക്ക് പോയി വിസിറ്റ് എടുത്തു. അവൻ ആദ്യം ചോദിച്ചത് മണ്ഡപത്തിൻ കടവ് റോഡ് ശരിയായോ, പ്ലാവൂർ റെഡിയായോ, വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ വന്നോ, അദാനി ഭരണത്തിൽ വന്നോ എന്നല്ല ചോദിച്ചത്. എൻ്റെ ഭക്തനായ ഇയ്യോബിന്റെ മേൽ നീ കണ്ണുവെച്ചോ? കരമുയർത്തുന്നവർക്കായി തൻ്റെ ഭക്തന്മാരെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി ഇവിടുത്തെ കാനക്കോട് ദൈവമക്കളെ, നോട്ടീസിൽ പേര് പലരെയും കാണും, പക്ഷെ അവിടെ കാണത്തില്ല. കമ്മിറ്റി പേര് പലരെയും കാണും, അവിടെ കാണത്തില്ല. ഫ്ലക്സിനകത്ത് കാണും. എന്നാൽ ഇന്ന് രാത്രിയുടെ യാമത്തിൽ മുട്ടുമടക്കി കരയുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. കരമുയർത്തുന്നവർക്കായി. യോബിന് PhD ഒന്നുമില്ലായിരുന്നു. എൻ്റെ ഭക്തനായ യോബ്. ആടുമാടുകൾ പോയി. എല്ലാവരും കേൾക്കണം. 10 മക്കൾ പോയി. സ്വത്രം. അപ്പൊ ഇപ്പൊ അവസാനം യോബിന് ശരീരത്തിനകത്ത് എന്താ പരുക്കൽ വന്നു. ഭാര്യ സൗണ്ട് സിസ്റ്റം ഒക്കെ മേടിച്ച് കാശ് കയ്യിലാക്കി അമ്മാമ്മ. എന്നിട്ട് ഇയ്യോബിന് എന്തോ ഇത് നമ്മുടെ ഈ കളിയിനകത്ത് പശുവിൻ്റെ കൂടെ കൊണ്ടുപോയി കടത്തിയേക്കാം, പുല്ലിനകത്ത്. ഇയ്യോബിൻ്റെ കൂടെ 2 കൊച്ചു പാസ് ഉണ്ടായിരുന്നു. ഇല്ലേ പശുവും ബിന്ദാതും. അവർക്ക് അൽപകാമും കുഴിമന്തിയും ഇയ്യോബിന് ബിസ്ക്കറ്റും കട്ടൻ ചായയും കൊടുത്ത അമ്മാമ്മ. ഇയ്യോബിൻ്റെ അമ്മാമ്മ. സ്വത്രം. അമ്മാമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തിനാ ഉപദേശം ഇനി നിർത്തുന്നത്? ഇയ്യോബിൻ്റെ കൂട്ടുകാർ പറഞ്ഞു, താൻ പ്രസംഗിച്ച് എന്തായി? താൻ്റെ നിനക്കിപ്പോൾ ശരീരം മുഴുവൻ പരുക്കളുമായി. ഇയ്യോബ് പറഞ്ഞ്, അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. കരമുയർത്തുന്നവർക്ക്
അവർക്കായി. ഇതാ അകത്ത് വചനം കാണുന്നവന്റെ പ്രത്യാശ. ഞാൻ മണ്ണെ പ്രതി മാണിക്യം കളയത്തില്ല. യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. യോബിനറിയാം, ഊസ്ദേശത്ത് ഞാൻ പട്ടുപോയാലും കല്ലറയ്ക്കപ്പുറത്ത് വന്ന് എന്നെ മാടി വിളിക്കുന്ന ഒരുവനുണ്ട്, അവനെയാ ഞാൻ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി കരമുയർത്തി, അവൻ എൻ്റെ ഉപനിധി. കരമുയർത്തുന്നവർക്കായി അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. കേട്ടോ കേട്ടോ, സ്തോത്രം. അടുത്ത് മനസ്സിലാക്കണോ, സ്തോത്രം. ഇന്ന് രാത്രി മരണാനന്തര ജീവിതമുണ്ടോ? ഒരു നിമിഷവും കൂടെ വചനം കേട്ടിട്ട് 3 വാക്യം പറഞ്ഞ് ഞാൻ നിർത്താം. എന്താ അതിൻ്റെ കാര്യം എന്നറിയാമോ? നമ്മുടെ യേശു ക്രിസ്തു ഒരു സ്ഥലത്ത് വരുമായിരുന്നു, ബഥാനിയയിലെ പട്ടണത്തിൻ്റെ പേര് ലാസറിൻ്റെ ഭവന്. അവിടെ 3 പേരുണ്ടായിരുന്നു. 1 ലാസർ, 2 മാർത്ത, 3 മറിയ. ലാസർ പോസ്റ്റൊട്ടിക്കും, മാർത്ത കട്ടൻ കാപ്പിയും പുഴുക്കൻ ചീനി, മറിയ നോട്ട് എഴുതും. ഇതായിരുന്നു അവിടുത്തെ ബൈബിൾ സ്കൂൾ. കരമുയർത്തുന്നവർക്കായി യേശു അവിടെ 3 വർഷം ബൈബിൾ സ്കൂൾ നടത്തി. എല്ലാവർക്കും BTH കൊടുത്തു. യേശു അവിടെ നിന്ന് പോയി, സ്കൂളും അടച്ചു. ആ സമയത്ത് ഒരു സംഭവം നടന്നു. ലാസറിന് 1-ാമത്തെ കാര്യം ഷുഗർ ആഞ്ഞടിച്ചു, കാലിൻ്റെ തള്ളവിരൽ മുറിച്ചു. 2-ാമത്തെ കാര്യം നിംസിൽ കൊണ്ടുപോയി 2 സ്റ്റണ്ട് ഇട്ടു, ബൈപ്പാസ്. 3-ാമത്തത് ഇപ്പോൾ അവന് ക്യാൻസറാണ്. കീമോയും എടുത്ത് തലമുടിയെല്ലാം പൊഴിഞ്ഞു. അവനെ പാലിയേറ്റീവാര് തള്ളി ഇപ്പോൾ വീട്ടിൽ ഇട്ടേക്കാം. കോമ സ്റ്റേജിലായി. ഇപ്പോൾ കൊടുക്കുന്നത് വല്ലപ്പോഴും ഇച്ചിരി വെള്ളം കൊടുക്കുക, അതിനുശേഷം ഒരു ട്രിപ്പ് കൊടുക്കുക, വേദനയ്ക്ക് മോർഫിനും കൊടുത്തിട്ടേക്കുക. ലാസർ 6 മണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേക്ക്. ഇങ്ങനെ ഒന്ന് തലപ്പൊക്കിട്ട്, യേശു വന്നോ മക്കളെ? അവർ പറയും, യേശുവിന് വാട്സപ്പ് അടിച്ചിട്ടുണ്ട്, വന്നിട്ടില്ല, വരും മക്കൾ കാത്തിരിക്കാൻ പറയും. പിന്നെ ചോദിക്കും. അതാ ഭക്തന്റെ പ്രത്യാശ. രക്ഷയുടെ ദൂത് ഏറ്റെടുത്തവൻ പറയും, എൻ്റെ വിടുതൽ വേണ്ടി വരുമോ? സ്തോത്രം. ഇന്ന് രാത്രി കേട്ടോണ്. അവസാനം ലാസർ മരിച്ചു. യഹൂദൻ്റെ ആചാരപ്രകാരം നാട്ടുകാർ മൊത്തവും പറഞ്ഞു, ആ യേശു ഇവിടെ വന്ന് എത്ര പൂവാറിൽ അയിലയിൽ നിന്ന്, നല്ല കട്ടൻ ചീനിയിൽ നിന്ന്, മണ്ഡപത്തിൻ കടവിലെ കപ്പപ്പഴം തിന്നിട്ട് ഇത്രയും ഇവർ ഫോൺ ചെയ്തിട്ട് യേശു വന്നില്ലെന്ന്. സ്തോത്രം. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു, എന്താ ഇത്? ലാസറിൻ്റെ ശീലകൾ ബന്ധിച്ച് യേശു ഇവിടെ ഇവർ യഹൂദൻ്റെ ആചാരപ്രകാരം കല്ലറയിൽ കൊണ്ടുവച്ചു. 1-ാം ദിവസം 24 മണിക്കൂർ യേശു വന്നില്ല. അന്തമൻ്റെ ശരീരം ചീഞ്ഞു. 2-ാം ദിവസം 48, ബ്ലഡ് എല്ലാം കട്ടയായി. 3 72, അസ്ഥികളുടെ ബന്ധം മൊത്തം വിച്ഛേദിച്ചു. 4 96, 4-ാം ദിവസമായി നാറ്റം മുഴുവനായി വരുന്നത്. അതുകൊണ്ടാണ് നാറ്റം വെച്ച ലാസറിൻ്റെ കല്ലറയെന്ന് പാടുന്ന മെഡിക്കൽ സയൻസ്. അപ്പം 3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം യേശു വന്ന്. യേശു 4-ാം ദിവസം വരാൻ കാര്യം യഹൂദൻ്റെ ആചാരം. 3 ദിവസം കല്ലറയുടെ മുമ്പിൽ ആത്മാവ് കറങ്ങും. അപ്പം യേശുവിനറിയാം, യേശു വന്ന് പ്രാർത്ഥിച്ച് ആത്മാവ് കയറിയാൽ യഹൂദ പരീക്ഷകൾ പറയും, യേശു പ്രാർത്ഥിച്ച് ആത്മാവിനെ കയറ്റി അവനെ പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. അതുകൊണ്ട് 4-ാം ദിവസം യഹൂദൻ്റെ ആചാരപ്രകാരം ആത്മാവ് കല്ലറയുടെ അവിടെ കാണത്തില്ല. ഒന്നീ പാതാളം, അല്ലേ നിത്യതയുടെ കവാടത്തിൽ എടുക്കപ്പെടും. 4-ാം ദിവസം യേശു വീട്ടിൽ. കല്ലറയെ 3 ദിവസം ആത്മാവ് അവൻ്റെ ചുറ്റും കറങ്ങുമെന്ന്. കർത്താവേ, കാനക്കോട് അപ്പച്ചൻ മരിച്ചിട്ട് 2 കൊല്ലമായി. ഇപ്പോഴും ആ കല്ലറയുടെ അതിലേക്കൂടെ പാത്ത ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ട്. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. എൻ്റെ പൊന്നു മക്കളെ, കല്ലറയിലൊന്നും ആത്മാവിൽ. ഇന്ന് രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇവിടെ കുഴഞ്ഞു വീണു. സ്തോത്രം. എൻ്റെ സ്നേഹിതന്മാർ 2 പേരും ഇവിടെ ഇരിക്കുന്നു. അവർ 2 പേരും, അജി ബ്രദറും മറ്റേ നമ്മുടെ ജോൺ ജേക്കബ് ബ്രദറോട് കുഴഞ്ഞു വീണ് ഞാൻ തട്ടിപ്പോയി. കാട്ടാക്കട അവിടെ താലൂക്ക് ആശുപത്രി കൊണ്ടുവച്ചു, ഫ്രീസറിനകത്ത് വെച്ചു. ഉടനെ ജോൺ ജേക്കബ് പറഞ്ഞു, നിന്നപ്പോഴും AC കിട്ടിയില്ല, കിടന്നപ്പോഴും കിട്ടിയില്ല. കാറ്റുമെങ്കിൽ ആ ഫ്രീസറിൽ -21 അടിക്കട്ടെ, ഐസ് കട്ട തണുക്കുന്ന പോലെ തണുക്കട്ടെന്ന്. സ്തോത്രം. അതേ പറയത്തോളൂ കൂട്ടുകാർ. പിറ്റേന്ന് പത്രത്തിൽ വാർത്ത വരും, സുവിശേഷ പ്രഭാഷകൻ സജു ചാത്തന്നൂർ കാനക്കോട് പെനിയൽ കൺവെൻഷൻ നടക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചുപോയി. മരിച്ചെന്നല്ല, മരിച്ചുപോയി. ആ പോയവൻ്റെ പേരാ സജു ചാത്തന്നൂർ. കിടക്കുന്നവൻ്റെ ഭൗതിക ശരീരം ആ കാട്ടാക്കട കിടക്കുന്നത്. അതുകൊണ്ടാ ബൈബിൾ, ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടവൻ്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞു. അപ്പച്ചൻ മരിച്ചാൽ 2 കൊല്ലാട്ട് കല്ലറടയിലെ കൂടെ പോകത്തില്ല. അപ്പച്ചൻ അവിടെ നിൽക്കുന്നത്. പിന്നെ കാട്ടാക്കടയിൽ ചില അമ്മച്ചിമാർ പറയും, കല്യാണത്തിന് കുഞ്ഞ് പെണ്ണൊരുങ്ങാൻ നേരം ദാണ്ട് ഒരുങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങും, മാവിനകത്ത് കാക്ക വന്ന് കോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി പറയോ, അപ്പച്ചന് കല്യാണം കാണാൻ വലിയ കൊതിയായിരുന്നു, നടന്നില്ല. അതുകൊണ്ട് കാക്കയുടെ രൂപത്തിൽ വന്ന് കോക്കോ പറയുവാന്ന്. സ്തോത്രം. എൻ്റെ പൊന്നമ്മാമയെ, കാക്ക വന്നത് അവിടെ കണ്ട് ബിസ്ക്കറ്റ് കൊത്തിപ്പറക്കാനല്ല, പെങ്കൊച്ചിനെ കാണാനല്ല. സ്തോത്രം. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി മരണാനന്തര ജീവിതം. യേശു ലാസറിന്റെ വീട്ടിൽ വന്നു. മാർത്തയും മറിയയും നിലവിളിച്ചൊരു കാര്യമുണ്ട്, ഇതാ മരണാനന്തര ജീവിതം. ലാസറിന്റെ വീട്ടിൽ വന്നിട്ട് യേശു പറഞ്ഞു, ലാസർ എവിടെ? അവനെ അടക്കിയ കല്ലറ കാണിക്കാൻ പറഞ്ഞു. മറിയ പറഞ്ഞു, യേശുവേ, നീ എൻ്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഈ മരണം നടക്കത്തില്ലായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? യേശു ലാസറിന്റെ കല്ലറയിൽ ചെന്നു. അതിന്റെ പേരാ ഗംഭീരനാദം. ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് വായിക്കണം, പറയുന്നില്ല? യോഹന്നാൻ 11:43, ലാസറേ, ലാസറേ, പുറത്തു വരിക. ഇതാ സർവശക്തനായ ദൈവം. ഒന്ന്, അവന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ മരണത്തോടുകൂടി
അറ്റുപോയി. 2, അവന്റെ ശരീരത്തിലെ രക്തം കട്ട പിടിച്ചു. 3, അവയവങ്ങൾ വേർപെട്ടു. 4, അവന്റെ ശരീരത്തിനകത്ത് നാറ്റം. ഏദന്റെ പൂങ്കാവനത്തിനകത്ത് ആദമിന്റെ മൂക്കിനകത്ത് ജീവശ്വാസമോദിയ ദൈവത്തിന്റെ പുത്രന്റെ ശബ്ദം കേട്ടപ്പോൾ മരിച്ചവൻ അക്ഷയരായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഒടുവിലത്തെ കാകളത്തിങ്കൽ കരമുയർത്തുന്നവർക്കായി കർത്താവിന്റെ ഗംഭീരനാദം കാനക്കോട് മുഴങ്ങാൻ കാലമായി. അതുകൊണ്ട് ഉപദേശിമാര് പറയുന്ന മരിച്ചവർ ഇമ്മീഡിയറ്റ് ഉയർക്കും, ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഇതാ വചനം. ലാസർ ഉയർത്തു. 108 ആംബുലൻസിനകത്ത് കയറ്റി കാട്ടാക്കട കൊണ്ടുപോയോ? ഇല്ല. അവന്റെ കെട്ടഴിച്ചു വിട്ടേക്കാൻ അവൻ സ്വതന്ത്രനായി. ഉയർത്തെഴുന്നേറ്റ ലാസറിന്റെ കാലിനകത്ത് നഖം മുറിച്ച പാടില്ല, അവന്റെ ശരീരത്തിനകത്ത് കത്തിവെച്ച പാടില്ല, തലമുടി ക്യാൻസറിന്റെ കീമോയി പൊടിഞ്ഞ പാടില്ല. അതുകൊണ്ട് പൗലോസ് കോരിന്ത്യ ലേഖനം ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല. കരമുയർത്തുന്നവർക്കായി ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്കും, അപമാനത്തിൽ വിതയ്ക്കും, തേജസ്സിൽ ഉയർക്കും. പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും. കരമുയർത്തുന്നവർക്കായി നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. അതുകൊണ്ട് അയ്യോബ് പറഞ്ഞത്, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. പിന്നെ ലാസർ അവിടെ ഒരു ഉപദേശിമാരും പ്രസംഗിക്കത്തില്ല. യോഹന്നാൻ 12:2 അതിനകത്ത് എഴുതിയിരിക്കുന്നു, അവിടെ ഒരു പന്തി ഒരുക്കി അതിനകത്ത് ഉയർത്തെഴുന്നേറ്റ ലാസറുമുണ്ടെങ്കിൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് സ്നാനമേറ്റ് നീ മരിച്ചാലും കാഹളത്തിങ്കൽ മധ്യാകാശത്തിൽ പ്രിയന്റെ കൂടെ അല്ല ഇവിടെയുണ്ടെങ്കിൽ ഹല്ലേലൂയ നീ പ്രാക്കളെ പോലെ കുഞ്ഞുങ്ങൾ പാടിയതുപോലെ നിത്യതയിലെടുക്കുക. അവിടെ ഒരു കല്യാണമുണ്ട്, കുഞ്ഞാടിന്റെ കല്യാണം. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഇതാ സുവിശേഷ പ്രസംഗം. കുഞ്ഞാടിന്റെ കല്യാണവും വന്നു, തന്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മൈക്രോചിപ്പിന്റെ 2 ഭാഗവും കൂടെ പറഞ്ഞ് നിർത്താം. അങ്ങനെയെങ്കിൽ ഇയ്യോബ് 37:7 താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യന്റെ കൈമുദ്രയിടുന്നു, വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. അടുത്ത 2 ഭാഗം വായിക്കാം. യഹൂദനോടുള്ള ബന്ധത്തിൽ പുറപ്പാട് 13:9 അവന്റെ കൈമേലും നെറ്റിമേലും. വായിക്കാം മോനെ, പുറപ്പാട് 13:9 വായിച്ചാട്ടെ. യഹോവയുടെ ന്യായപ്രമാണം യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടത് നിനക്ക് നിന്റെ കൈമേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. ബലമുള്ള കൈകൊണ്ട് മതി. നിന്റെ കണ്ണുകളുടെ ഇടയിൽ ജ്ഞാപക ലക്ഷ്യം കൈമേൽ. 2 വാക്യം കൂടെ വായിച്ചാൽ ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കൾക്കായി മോശയുടെ കൊച്ചുമക്കൾ ഇസ്രായേലുണ്ട്. മോശയുടെ കൊച്ചുമക്കൾ ആ ഗോത്രത്തിന്റെ പേര് ഹസദിക്ക്, ഹർദീക്ക്, നെട്ടൂരി, കർത്ത. ഈ കാലങ്ങളിൽ ഇസ്രായേൽ പറയുന്നു നമുക്ക് വേണം ചിപ്പ്. ആ ചിപ്പിന്റെ പേര് പ്രായമുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ പേര് ഹൈഷാൻ, അഥവാ ഒരു ചിപ്പ് പ്രായമുള്ളവർക്ക് കൊടുക്കുക. ആ ഹൈഷാന്റെ ചിപ്പ് വെക്കാൻ ഇസ്രായേൽ പറയുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേറെ കൊടുക്കാൻ ഇസ്രായേൽ പറയുന്നു ഷാബ്. ഇതാണ് ഇസ്രായേലിന്റെ യഹൂദ ഭാഷ തൽമൂദ്. കുഞ്ഞുങ്ങളുടെ ചിപ്പ് ഷാബ്, വലിയവരുടെ ഹൈഷാൻ. പക്ഷേ മോശയുടെ കൊച്ചുമക്കൾ പറയുന്നത് ഞങ്ങൾ ഇത് വെക്കത്തില്ല. അവരുടെ കയ്യിലിരിക്കുന്നത് പുറകെ ഞാൻ വായിച്ചു തരാം. ഇന്ന് യഹൂദന്റെ കൈക്കകത്ത് വചനം യൂദുഹേ വൗഹേ, അതാ ഇസ്രായേലിന്റെ ആലയത്തിനകത്ത് തലയിടിക്കുന്ന യഹൂദന്റെ തലമേൽ ഈ വചനമുണ്ട്. അതിനെ എതിർ ക്രിസ്തു മാറ്റിയിട്ട് മൈക്രോ ചിപ്പ് വെക്കൂ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. കരമുയർത്തുന്നവർക്കായി മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരൂ. ഇത് മാറ്റും, ഈ വചനം മാറ്റും. ആന്റി ക്രൈസ്റ്റ് താ കിടക്കുന്ന കൈമേൽ പുറപ്പാട്. അത് കഴിഞ്ഞിട്ട് യഹൂദൻ ഈ ചിപ്പ് വെക്കുമോ? അവനെ വെക്കാത്തവനെല്ലാം കൊല്ലം പോവാ. ലേവ്യ പുസ്തകം 13:28 വായിച്ചാട്ടെ. യഹൂദൻ ഈ ചിപ്പ് വെക്കോ? വായിച്ചിട്ട് മോനെ, യഹൂദൻ ഈ ചിപ്പ് വെക്കോ? എന്നാൽ പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിണർപ്പ് ആകുന്നു. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. ചിപ്പ് കൊണ്ടുവന്നത് എലോൺ മസ്കാ. പക്ഷെ ഒറ്റ യഹൂദനും വെക്കത്തില്ല. അവന്റെ കയ്യിരിക്കുന്ന മോശയുടെ ന്യായപ്രമാണം തൽമൂദ്. താണ്ടെ പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ നിറമങ്ങിയാൽ അവൻ ശപിക്കപ്പെട്ടവൻ പാളയത്തിന് പുറത്ത്. അന്ന് ചിപ്പ് വെക്കാത്ത യഹൂദന്റെ തല യെരൂശലേമിനകത്ത് അറുത്തിട്. ആ രാത്രിയെ പറ്റി യേശു പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. രാത്രി അവസാന ഭാഗത്തിലേക്ക്
അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ചിപ്പുണ്ട്, ആരെ ചേർക്കാൻ യേശു വരും. വൈക്കം മോനെ നമ്മുടെ ഇത് പിന്നെ എഫേസ്യ ലേഖനം 4:30 എല്ലാവരും ഈ വാക്യം എടുത്താട്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഈ വാക്ക് ബൈബിളിലുള്ളവരെല്ലാം ഒന്ന് നോട്ട് ചെയ്താട്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടത്. You need 2 type of microchips. ഒന്ന് മൈക്രോ നീഡിൽ പാച്ച്, അത് കഴിഞ്ഞിട്ട് കമ്മിങ് എ മാർക്ക് ഓഫ് ആന്റി ക്രൈസ്റ്റ്. ഇന്ന് രാത്രി 2 മാർക്ക് ഞാൻ പരിചയപ്പെടുത്തി. വെളിപ്പാടിനകത്ത് 13, 16, 17, 18 അന്നാളിൽ കൈമേലും നെറ്റിമേലും മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതിരിക്കും. അപ്പോൾ മറ്റൊരു മാർക്ക് പൗലോസ് പറയുന്നു, നമ്മുടെ അകത്തൊരു മാർക്കുണ്ട്, അതിൻ്റെ പേര പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി 2 മുദ്ര നമ്മുടെ കയ്യിൽ വെക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ അകത്ത് ATMന്റെ നാനോ വേണ്ട, നമുക്ക് സിലിക്കോൺ വേണ്ട, മൈക്രോ വേണ്ട, DNA വേണ്ട, എലോൺ മസ്കിന്റെ മുദ്ര വേണ്ട. നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവരെ ചേർക്കാൻ യേശു വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമടുത്തു. 2 രാത്രിയായി ഞങ്ങൾ നെഞ്ചുകീറി ജീവന്റെ സുവിശേഷം വരാൻ പോകുന്ന സംഭവങ്ങൾ ഇവിടെ അക്കമിട്ട് നിരത്തി. സഹോദരാ, കൊട്ടാരമായാലും മരണം വരും, കോട്ടയ്ക്കകത്ത് മൃത്യു വരും. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു പ്രത്യാശയുണ്ട് കുഞ്ഞ്. ഞങ്ങളുടെ കവലയിൽ നിന്ന് മരിച്ചാൽ, കപ്പക്കാലയിൽ നിന്ന് മരിച്ചാൽ, കമ്പോളത്തിൽ നിന്ന് മരിച്ചാൽ ഞങ്ങളുടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമൊരുക്കി യേശു വരാറായി. ഇന്ന് രാത്രി ആ പ്രത്യാശയുള്ളവർക്കായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. കാനക്കോടെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അന്ത്യകാല സംഭവങ്ങൾ കേട്ടു. വീട്ടിനകത്തിരിക്കുന്ന സഹോദര, വീട്ടിനകത്തിരിക്കുന്ന സഹോദരി, കാലം എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. നാളെ സെപ്റ്റംബർ മാസം 9ാം മാസത്തിലേക്ക് കടക്കുക. ഇന്ന് രാത്രി കടന്നുറങ്ങിയ നീ എഴുന്നേൽക്കുമെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഇന്ന് രാത്രി ഞങ്ങളുടെ യോഗ പരമ്പരകൾ അവസാനിക്കുന്നു. ഈ രാത്രി ജീവന്റെ വചനം കേട്ട് ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ടൈറ്റാനിക് കപ്പലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ടൈറ്റാനിക് കപ്പൽ 1910 യാത്ര തുടങ്ങിയത് ഏപ്രിൽ മാസം. ടൈറ്റാൻ എന്ന് പറഞ്ഞാൽ രാക്ഷസൻ എന്ന, അതിൻ്റെ തടിയിൽ ഒരു മുദ്ര എഴുതി വെച്ചു, ഇംഗ്ലീഷ്, നെവർ ഡിസ്ട്രോയ് എനിവൺ ദി ഷിപ്പ്. ആർക്കും ഒരു കാലത്ത് ഈ കപ്പലിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. 50,000 ഹോഴ്സ് പവർ. ക്യാപ്റ്റൻ സ്മിത്ത് ആയത് ഓടിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ 4 ദിവസം ആട്ടും പാട്ടും യാത്രയായി അറ്റ്ലാന്റിക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എതിരെ മഞ്ഞുമല. നാട്ടുകാരും വീട്ടുകാരും ബൈനോക്കുലർ നോക്കിയിട്ട് പറഞ്ഞു, സാറേ മഞ്ഞുമല മാറ്റിവിട്. അദ്ദേഹം പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഇത് തകർക്കത്തില്ല. ന്യായവിധിയുടെ കരാളഹസ്തങ്ങൾ വീഴുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ജീവന്റെ വചനം കേട്ട് കാൽവറിയിലേക്ക് മടങ്ങി വാ. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണ്, അവൻ്റെ രക്ഷയെ നീ കരസ്ഥമാക്ക്. ഇത്രമാ സ്നേഹ ആഴമായി എന്നെ സ്നേഹിച്ച കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി സമർപ്പിക്കുക. അവൻ മടങ്ങി വരാറായി. അതിൻ്റെ പ്രസംഗം അതല്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ സമയം അവസാനിപ്പിക്കാറായി. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കരം ദേശത്തെ തൊടാറായി. അനവധി മക്കൾ കർത്താവിനെ കാണാറായി. ദേശത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വരാറായി. അത്ഭുതവാനായ ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങളിൽ വെളിപ്പെടും. അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. അവിടെ എന്താ സംഭവം? ഈ ടൈറ്റാനിക്കിനകത്ത് ഒരു ഇംഗ്ലീഷുകാരൻ ചെറുപ്പക്കാരൻ 5ാമത്തെ നിലയിലെ ബസ് അവിടെ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ ഐസ് ക്യൂബിനകത്ത് അറ്റ്ലാന്റിക്കിനകത്ത് ഈ ടൈറ്റാനിക് തകരുന്നത്. സ്തോത്രം. അവൻ ആലോചിച്ചു, അവൻ്റെ സ്തോത്രം ഒരു $3 ലക്ഷം താഴെ മുറിയിലിരുപ്പുണ്ട്. ഓടിപ്പോയാൽ വെള്ളത്തിനകത്തായിപ്പോൾ ഇനി കയറാൻ പറ്റത്തില്ല. അവൻ ആലോചിച്ചു, മുമ്പിൽ എന്താ കാണുന്നത്? ഒരു ലൈഫ് ജാക്കറ്റ് കിടപ്പുണ്ട്. ആ മെസ്സിനകത്തൊരു 3 ഓറഞ്ചും ഉണ്ട്. ആ ഇംഗ്ലീഷുകാരൻ്റെ കഥ വായിച്ച് ഞാൻ കരഞ്ഞു. അവൻ 3 ലക്ഷത്തെ വിട്ടിട്ട് സ്തോത്രം ആ ലൈഫ് ജാക്കറ്റ് എടുത്ത് 3 ഓറഞ്ച് എടുത്ത് പാൻറ്റിനകത്ത് തിരികെ വെള്ളത്തിൽ ചാടി അവൻ രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം
തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ ഞങ്ങൾ ഇന്ന് രാത്രി കാനക്കോട് ലൈഫ് ജാക്കറ്റിനെ പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേരത്രേ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി കാനക്കോട് പ്ലാവൂര് മറ്റൊരുത്തനിലും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. മതിമക്കളെ, നമ്മുടെ സമയം അവസാനിക്കാറായി. ആരെ ചേർക്കാൻ യേശു വരാറായി. പാറയുടെ പിളർപ്പിൽ കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടുവിട്ടെ. 2 പ്രാവിൻ്റെ യാഗപീഠത്തിൽ കൊണ്ടുവരും. ഒരു പ്രാവിൻ്റെ ശരീരത്തിനകത്ത് കത്തിവച്ചിറക്കും. ആ പ്രാവിൻ്റെ രക്തം യാഗപീഠത്തിൽ തളിക്കും. അതിൻ്റെ ഉടൽ അവിടെ കടന്ന് പിടയ്ക്കും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞു പ്രാവ് കൂടെ ഇരുന്ന് കരയും. അത് കണ്ണിമയ്ക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കും. യാഗത്തളി കഴിഞ്ഞ പുരോഹിതൻ കത്തിയെടുത്ത് ഹല്ലേലൂയ പിടയ്ക്കുന്നതും മിണ്ടാതിരിക്കുന്ന പ്രാവിൻ്റെ ചേർന്നൊരു കെട്ടുണ്ട്. ആ കെട്ടിനകത്ത് അറുത്ത് കളയും. ആ സമയത്ത് ആ രക്തം വീണ പ്രാവ് അവിടുന്ന് ഓടും. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. ഇന്ന് രാത്രി കാനക്കോട് ഇറങ്ങിയ അച്ചായ അമ്മച്ചി, ആരും നിങ്ങളുടെ മുഖം കണ്ടില്ലെങ്കിലും നിങ്ങളുടെ മുഖം കാണുന്ന ഒരു നാഥൻ വരാറായി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. ആരെ ചേർക്കുവാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കളെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമാ. എന്നാൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് അത് ദൈവശക്തിയായി മാറട്ടെ. സത്യസുവിശേഷം കാനക്കോടിനോട് പറഞ്ഞു കഴിഞ്ഞു. അവാന്തയ്ക്കരുത് സഹോദരതാ, ഇന്ന് രാത്രി പെനിയിലേക്ക് വന്നില്ല. നീ അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിൽ വന്നില്ലെങ്കിൽ വീട്ടിലിരുന്നെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കുക. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറി സിൽവായിൽ ആട്ടിൻകുട്ടി അറക്കപ്പെട്ടു. അവൻ്റെ ദേഹം എന്ന തിരശ്ശീല എനിക്ക് വേണ്ടി ചീന്തി. അവൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് രാത്രി കരമുയർത്ത് നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്ക്. നമ്മുടെ യേശു മടങ്ങി വരാറായി. നമ്മുടെ കാന്തൻ മടങ്ങി വരാറായി. ഈ തലമുറയിൽ കാന്തൻ്റെ ശബ്ദം കാകളധ്വനി മധ്യാകാശത്തിൽ കേൾക്കാറായി. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഇന്ന് രാത്രി നമ്മുടെ നാഥൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടാം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. എതിർക്കസുവിൻ്റെ പ്രതിമ ദൈവാലയത്തിലും നിങ്ങളുടെ മൊബൈലിലും വരാറായി. റോബോട്ട് അതിനു മുമ്പ് നാഥൻ്റെ മുഖം മധ്യാകാശത്തിൽ വരും. അവന് നിയന്ത്രിത ബുദ്ധി കൊടുക്കാൻ ശാസ്ത്രലോകം ബ്ലൂ ബ്രെയിൻ കൊടുക്കാൻ തയ്യാറായി. അതിനു മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ള കരം പിടിക്കാൻ യേശു വരാറായി. ഇന്ന് രാത്രി എലോൺ മസ്ക് ഒരു മൈക്രോ ചിപ്പുമായി ലോകത്തെ ഭരിക്കുവാൻ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ വരുന്ന ന്യൂറാലിങ്ക് ഇന്റർനാഷണൽ. അവൻ സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ മുദ്ര പ്രാപിച്ചവരെ ചേർക്കുവാൻ പത്മോസിൽ ഇറങ്ങിയ കർത്താവിൻ്റെ കരം ഈ തലമുറയിൽ വെളിപ്പെടും. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ശാലേമിൻ്റെ രാജൻ വരാറായി. നമ്മുടെ മഹാദൈവത്തിൻ്റെ പുത്രൻ ഈ തലമുറയിൽ വരും. എല്ലാ കരങ്ങളും അടിച്ച് അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടെ. 5 മിനിറ്റ് വൈകിയെങ്കിലും ഒന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. എല്ലാ രോഗക്കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. എല്ലാ ശാപക്കെട്ടുകളും അഴിയട്ടെ. കുഞ്ഞുങ്ങൾ അല്പസമയം കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. രീക ചാനക ബൗഡമനാഥന വന്തൽ കമന ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങുന്ന സോദര ഈ രാത്രി ഒരുങ്ങിക്കൊള്ളുക. എല്ലാ കരങ്ങളും അടിച്ച് കയറിനോട് ചേർന്ന് ശക്തിയോടെ ഇന്ന് രാത്രി അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടെ. യെസ്, ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശക്തിയോടെ ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, വേഗം വേവിച്ചിടുക, വേഗം വേവിച്ചിടുവാൻ വാനിൽ പറന്നു പോകാം. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ഗമിച്ചിടുക, വാനിൽ പറന്നു പോകാൻ. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവാവി പകർന്നിടുവാൻ. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവാവി പകർന്നിടുവാൻ. ജീവനുള്ളോർ പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ജീവനുള്ളോർ പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും
ഒന്നിക്കാം, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. എല്ലാ കാര്യങ്ങളും പഠിച്ച് പിടിച്ചു കടക്കാം, ദൈവത്താൽ ഒന്നിക്കാം, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം കൂടട്ടെ. ശാലേം രാജൻ യേശു വരാറായി. ദേശമേഘം മുഴങ്ങിടുന്നു, പ്രത്യാശയോടെ ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ. ദേശമേഘം മുഴങ്ങി അത്ഭുതങ്ങൾ അടയാളങ്ങൾ സത്യസഭ രാത്രി അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടും. ഭൂതങ്ങൾ അലാറിയോടുന്നു, പുതുഭാഷകൾ കൊന്നു, കുറ്റരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. എല്ലാ കാര്യങ്ങളും പഠിച്ച് അലാറിയോടുന്നു, പുതുഭാഷകൾ കൊന്നു, കുറ്റരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. ശാലേം രാജൻ ശാലേം രാജൻ വരുന്നു. എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരാധിച്ചാട്ടെ. എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരാധിച്ചു. സന്തര ദിഗജ ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ. ദേശമേഘം മുഴങ്ങി ഈ വെട്ടികൾ തെളിയിച്ചു കൊള്ളുക ശക്തിയോടെ ശോഭയുള്ള വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. ആ പ്രത്യാശയോടെ പേർ വിളിക്കുമ്പോൾ വാനിൽ എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ടെ. നമ്മുടെ യേശു വരാറായി. ഒട്ടോളമല്ല അരയോളമല്ല നീന്തി തുടിക്കാൻ കഴിയാത്ത ദൈവകൃപ ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത് വെളിപ്പെടട്ടെ. എല്ലാ രോഗക്കെട്ടുകളും ശാപക്കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഇത് വിടുതലിന്റെ രാത്രി, ഇത് സൗഖ്യത്തിന്റെ രാത്രി. ഒട്ടോളമല്ല അരയോളമല്ല നീന്തി തുടിക്കാൻ കഴിയാത്ത ദൈവകൃപ കൃപ കൃപ ഓ ശോഭയുള്ള എല്ലാ കരങ്ങളും തട്ടി ആരാധിച്ചാട്ടെ. നമ്മുടെ ആത്മമണവാളൻ വരാറോ ആത്മാവിൽ അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. അല്പസമയം ആരാധിച്ചാട്ടെ. ദേശം പിടിപ്പിക്കപ്പെടട്ടെ. ആയിരങ്ങൾ യേശുവിനെ കാണട്ടെ. എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും എല്ലാ തൈറോയ്ഡ് രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ സദാധിപന്റെ കുടിലകത്തിറങ്ങിയ കരം ഇന്ന് രാത്രി ചലിക്കട്ടെ. 12 വർഷം രക്തസ്രാവക്കാരി സ്ത്രീ അനേക വാതിലുകൾ മുട്ടിയിട്ട് ഒരു സൗഖ്യമില്ലാതെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊക്കയിൽ വിട്ടുപെടുക. ഒരു വിടുതൽ പകർന്നതുപോലെ ഇന്ന് രാത്രി വിടുതലിന്റെ കരം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. അല്പസമയം ആത്മാവിൽ ആരാധിച്ചാട്ടെ. എല്ലാ ഭൂതക്കെട്ടുകളും എല്ലാ ശാപക്കെട്ടുകളും എല്ലാ മന്ത്രവാദ കെട്ടുകളും സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. ആത്മാവിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. വിടുതൽ പകരുന്ന കരം, സൗഖ്യം പകരുന്ന കരം, ഒരു തീ കത്തുന്നത് പോലെ, ഒരു മഴ പെയ്യുന്നത് പോലെ, ഒരു കാറ്റടിക്കുന്നത് പോലെ, ഒരു അണക്കെട്ട് പൊട്ടി ഇറങ്ങുന്നത് പോലെ ഇന്ന് രാത്രി അഭിഷേകം 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 ഇന്ന് രാത്രി മുഖങ്ങളെ തകർക്കട്ടെ. Thank you Lord, the mighty presence of Holy Spirit. കൃപയേ കൃപയേ കൃപയേ. ഒരു നിമിഷം കൂടി. കാൽവരിയുടെ കൊലക്കളത്തിൽ 39 അടികൾ, 156 മുള്ളുള്ള ഒരു കിരീടം, പെരിട്ടോണിയസിന്റെ ചാട്ടവാർ ഉഴവുചാൽ പോലെ അവന്റെ ശരീരം കീറി. കണ്ടാലും ആളറിയാതെ വിരൂപമാക്കപ്പെട്ട ശരീര യോഹന്നാൻ കണ്ടു. പക്ഷെ പത്മോസിൽ കണ്ടത് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലവങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുള്ളയിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ പിടിച്ചു. യോഹന്നാൻ ഒന്ന് മുട്ടുമടക്കി. ഒരു കരം അവനെ തൊട്ട് ആദ്യൻ അന്ത്യൻ. ഇന്ന് രാത്രി ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ ആ കരമുയർത്തിയാട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആ കരമുയർത്തിയാട്ടെ. വേദനയോട് വന്നവർ ആ കരമുയർത്തിയാട്ടെ. ഓൺലൈൻ മീഡിയ സ്കൂളിൽ ലോകരാജ്യങ്ങളിൽ റഗ്ബി കനാനിൽ കൂടി ഞങ്ങളെ കാണുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് കരമുയർത്തിയാട്ടെ. ഇന്ന് രാത്രി സ്വർഗത്തിന്റെ ക്യാമറ നിങ്ങളെ തൊടാൻ പോവുക. സ്വർഗത്തിന്റെ ശക്തി നിങ്ങളെ തൊടാൻ പോവുക. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചു, വേദനകൾ അവൻ ചുമന്നു. ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് ഇരവ് ആണ്ടവരിൻ വല്ലമൈ പരിശുദ്ധ ആത്മാവൻ തൂവയാവി. ഇന്ന് നാൾക്കളിലെ കരമുയർത്തിയ ഒവ്വൊരു പിള്ളകൾ
മേൽ യേശു അപ്പന്റെ കരം ഇന്ന് രാത്രി തൊടാൻ പോവുക. കുഞ്ഞുങ്ങളോട് ചേർന്ന് ആദ്യനും അന്ത്യന് ആ കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തിയാട്ടെ. യെസ്, ഒരു നിമിഷം രോഗികളെല്ലാം കരമുയർത്തിയാട്ടെ, ദുഃഖിക്കുന്നവർ കരമുയർത്തിയാട്ടെ. യോഹന്നാനെ തൊട്ട കരം ഇന്ന് രാത്രി എന്നെ തൊടണം. ചേർന്ന് ആദ്യനും അന്ത്യനും. നീ മാത്രം സ്തുതികൾക്കും കരമുയർത്തിപ്പിടിച്ചാട്ടെ. യോഗ്യനായ വിളക്കിൻ നടുവിൽ പത്മോസിന്റെ സാന്നിധ്യം മാറത്ത് ഒരിക്കൽ കൂടി 7 വിളക്കിൻ നടുവിൽ ദൈവകൃപ. Thank you Lord, the mighty moments. അപ്പച്ചായി ഉയർത്തിയ കരങ്ങളിലേക്ക് അപ്പച്ചന്റെ കൃപ മാറത്ത് ആദ്യനും അന്ത്യനും ഒരിക്കൽ കൂടി നീ മാത്രം അപ്പാ. സ്തുതികൾക്കും കുഞ്ഞാടേ യോഗ്യൻ ഒരിക്കൽ കൂടി ആദ്യനും അന്ത്യനും കൺവെൻഷൻ 2ാം ദിവസം അന്ത്യനും നീ മാത്രം സകല മഹത്വം അർപ്പിക്കുന്നവർക്കാവ് അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നവർക്കാവ് എല്ലാ കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്തട്ടെ. സർവശക്തനായ ദൈവത്തെ കരങ്ങളെ അടിച്ചൊന്ന് മഹത്വപ്പെടുത്താം. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. നന്ദി യേശുവേ, ഓ നന്ദി യേശുവേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, ഈ കൺവെൻഷൻ യോഗത്തിന്റെ 2ാം ദിവസം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടല്ലോ കർത്താവേ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ ജനത്തിന്, ഈ ദേശത്തിന് ഭവനങ്ങളും മറ്റിടങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് ആവശ്യമായ ശക്തമേറിയ ദൈവിക ദൂത് ദൈവം തൻ്റെ ദാസനെ കൂടി അറിയിച്ച ഞാൻ നന്ദി പറയുന്നു കർത്താവേ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഈ ദിവസങ്ങളിൽ ഞമ്മെ ജനത്തോട് ഇടപെട്ട് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കണം കർത്താവേ. ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതെ വണ്ണ ഈ ദേശത്തിലെ സകല വ്യക്തികൾ നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ സർവശക്തനായ ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങളിൽ ദേശത്തിന്റെ ഉണർവിലേക്ക് ആമേ മാനസാന്തരത്തെ ദൈവമേ അങ്ങ് നടത്തണം കർത്താവേ. വലിയ ദൈവപ്രവൃത്തികൾ, വിടുതലുകൾ ഈ ദേശത്ത് സംഭവിക്കട്ടെ കർത്താവേ. ആമേ ദുർമരണം, അപകടങ്ങൾ, അനർത്ഥങ്ങൾ കർത്താവേ
പൈശാചികമായ തേരോട്ടങ്ങളെ ദൈവം മാറ്റി ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ കാനക്കോട് ദേശത്ത് വെളിപ്പെടുവാൻ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവേ, ദൈവം അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു. വിശേഷ ശുശ്രൂഷ ദൈവദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോടെ അധികാരത്തോടെ ദേശത്തെ ഉപയോഗിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. തന്റെ മടക്കയാത്ര തുടർന്നുള്ള ശുശ്രൂഷകൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ ദൈവം തന്റെ ദാസനെ ഉപയോഗിക്കുക. കടന്നു പോകുന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മടക്കി അയക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ജനത്തോടുകൂടെ പോരേണ. നാളത്തെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കുക. നാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുക. സകലമാനോ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ പറയാം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരമേ പരിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, സകല ഉപകാരങ്ങളെയും മറക്കരുത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസവും കൂട്ടായ്മയും വന്നിരിക്കുന്ന ഏവർമേലും മെസ്സേജ് നൽകിയ കർത്താവിന്റെ ദാസനോടും ദേശത്തോടും ബനിയൽ പ്രവർത്തനത്തോടും കർത്താവായ യേശുക്രിസ്തുവിന് മടങ്ങിയവരോട്ടും ദൈവത്തിന്റെ കൃപ ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയദേവത്തിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.